നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഞാൻ സൗണ്ട് ഇപ്പോൾ സാർ ആരോട് ചോദിച്ചപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ മാറുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാവുന്നില്ല. ഇവിടെ നോക്കിയ ഇവിടെ സൗണ്ട് കേൾക്കണ്ട. ചോദ്യം, ഈ ഫ്രീക്വൻസി ഏത് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ സൗണ്ട് ഉണ്ടായത്? വൈബ്രേഷൻ വേണമല്ലോ. ഇവിടെ ഏതിനെയാണ് വൈബ്രേറ്റ് ചെയ്തത്? എയർ കോളത്തിനെയാണോ വൈബ്രേറ്റ് ചെയ്തതോ ഈ ടംബ്ലറിനെയാണോ വൈബ്രേറ്റ് ചെയ്തത്? ഗ്ലാസ് ടംബ്ലറിനെയാണോ വൈബ്രേറ്റ് ചെയ്തത്? ഞാൻ എവിടെ എങ്ങനെ റബ് ചെയ്തത്? ഗ്ലാസ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇതിൽ കുറച്ചുകൂടി കണ്ടുപിടിക്കട്ടോ. സൗണ്ട് ഇതട്ടോ മനസ്സിലുണ്ടായാൽ മതി, ഞാൻ മെഷർ ചെയ്യുന്നില്ല. ഇത് പല ആൾക്കാരും തെറ്റിയിട്ടൊക്കെ പറയണത്. സയൻസ് ഫെയറിലൊക്കെ പല കുട്ടികളും തെറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി പറയുന്നത്. കുറച്ചുകൂടി വെള്ളം അത്ര ഓക്കെ, കുറച്ചുകൂടി വെള്ളം. ഇനി ചോദ്യം, ഫ്രീക്വൻസി കൂടുക കുറയും? എയർ കോളത്തിൻ്റെ അളവ് കുറഞ്ഞു, ഫ്രീക്വൻസി കൂടുക ചെയ്യുക കുറയുക? ഫ്രീക്വൻസി കൂടും, പക്ഷെ അതേ ഫ്രീക്വൻസി അല്ല, ഇത് വേറെ ഫ്രീക്വൻസിയാണ്. ഇത് ഫ്രീക്വൻസി കൂടിയതല്ല, ഫ്രീക്വൻസി കുറയത്. അത് മെഷർ ചെയ്ത് നമുക്ക് കിട്ടും. എന്താ കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എയർ കോളല്ലല്ലോ ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതന്നെയാണ് ഉത്തരം. ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഗ്ലാസ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഗ്ലാസിന്റെ, അതായത് ഈ സിസ്റ്റത്തിൽ എന്ത് കൂടുകയാണ് ചെയ്യുന്നത്? മാസ് കൂടുകയാണ് ചെയ്യുന്നത്. മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? മാസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. മനസ്സിലായേ? അതായത് ഞാൻ ഒരു ഊഞ്ഞാലൊരു സംഭവത്തിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവനെ പിടിച്ചിട്ട് കിട്ടുന്ന കണ്ടോ, വേറെ സൗണ്ട് ആയില്ലേ? മൈക്ക് വെച്ച് കേൾപ്പിക്കണം. ഇതട്ടാ ഇതട്ടാ കേൾക്കണ്ട? ഫോണല്ല, അല്ലെ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ അങ്ങോട്ട് പോകാം. ഒന്നും കൂടി ലെങ്ത് വർക്കാണ്. ഇനി അപ്പൊ ഒന്നും കൂടി എന്താണ് അതിന്റെ ഒരു പിച്ച് മാറി, ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കൂടുതലാണ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലാവണ്ട. കാരണം എന്താ പറയുക, അവര് ക്ഷീണിച്ചു. എന്താ ക്ഷീണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇവരതിലേക്ക് എന്ത് കൊടുക്കാണ്? എനർജി കൊടുക്കാണ്. ആ എനർജി കൊടുക്കുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ എയർ മോളിക്യൂൾ